ഞാൻ ആദ്യം പ്രഭാവതിയിൽ നിന്ന് തന്നെ ഈ ചർച്ചയിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി നിങ്ങളുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘടന പ്രഭാവതി ജില്ലകളിലുടനീളം സമരം ചെയ്തു. നിങ്ങളുടെ സഹജീവികളായിട്ടുള്ള ഒരു വിഭാഗമല്ലേ അപ്പോൾ തിരുവനന്തപുരത്തും സമരം ചെയ്യുന്നത്. ആ സമരത്തോട് നിങ്ങൾക്ക് വിയോജിപ്പും നിങ്ങൾ തന്നെയും സമരരംഗത്ത് ഇറങ്ങുകയും ചെയ്തിരിക്കുകയാണല്ലോ. എന്താണതിലെ വ്യത്യാസം? നമ്മുടെ ഇന്ത്യയിൽ ആകെ 10 ലക്ഷത്തോളം ആശമാരാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 10 ലക്ഷം ആശമാരെയും ജീവനക്കാരായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിൽ 26,125 ആശമാരാണുള്ളത്. അതിൽ ഇപ്പോൾ നിലവിൽ 7,000 രൂപ ഓണറേറിയവും 3,000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവും അതർ ഇൻസെൻറ്റീവും എല്ലാം കൂടി ചേർന്നിട്ട് 13,200 രൂപ ശരാശരി ഒരാഴ്ചയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് 1,000 രൂപ അധികമായി ലഭിക്കുന്നുമുണ്ട്. നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള നിരവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 6-ാം തീയതിയും 7-ാം തീയതിയും DHSന് മുമ്പിൽ CI2 നേതൃത്വത്തിൽ സമരം നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ഗവൺമെൻറ് പരിഹാരമാക്കി തന്നിട്ടുണ്ട്. ഇനിയുള്ളത് ഓണറേറിയം വർധനവും അല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ്. CI2 നേതൃത്വം കൊടുക്കുന്ന ആശാ ഫെഡറേഷൻ കഴിഞ്ഞ 16 വർഷക്കാലമായി പാർലമെൻറ്റിന് മുമ്പിൽ സമരത്തിലാണ്. ആശമാരെ ജീവനക്കാരായി അംഗീകരിക്കണം എന്നുള്ളതാണ് ഡിമാൻഡ്. അങ്ങനെ വരുമ്പോൾ രാജ്യത്തെ 10 ലക്ഷം ആശമാർക്കാണ് അതിൻ്റെ ഗുണമുണ്ടാകുക. കേരളത്തിലെ 26,000 പേർക്ക് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ഉന്നയിക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസിലേക്കല്ലേ ആ സമരം നടത്തേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒന്നുകിൽ രാജ്ഭവൻ്റെ മുമ്പിലേക്കോ പാർലമെൻറ്റിൻ്റെ മുന്നിലേക്കോ സമരം വേണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നടത്തുന്ന എന്ന് പറഞ്ഞാൽ നിയമസഭ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന ഈ സമരം, ആ സമരം ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടക്കുന്നതിന് ഞങ്ങൾ യോജിക്കുന്നില്ല. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ഹോണറേറിയം നൽകുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തെ വീണ്ടും ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിലൊരു കപട രാഷ്ട്രീയ നാടകം ഇല്ലേ എന്നുള്ളത് തന്നെയാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ പ്രഭാവതിയോട് തന്നെയാണ്. പ്രഭാവതി, നിങ്ങളുടെ സംഘടന 26,000-ഓളം വരുന്ന ആശാ വർക്കർമാരുള്ള കേരളത്തിൽ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നത് CI2 ആണോ? നിങ്ങളൊക്കെ ഇന്ന് സമരരംഗത്ത് ഇറങ്ങിയതുകൊണ്ടുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ മാധ്യമങ്ങളിലൂടെയും മറ്റും മനസ്സിലാക്കിയത് SUCA അനുഭാവമുള്ള ഒരു സംഘടന. അവരുടെ നേതാവൊക്കെ സമരസമിതി നേതാവ് എന്ന നിലയിൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആരോഗ്യമന്ത്രിക്കും മന്ത്രിയുടെ ഭർത്താവിനുമെതിരെ വ്യാജ പ്രചാരണം നടത്തിയെന്ന ആരോപണം വന്നു. അതിനെതിരെ നിയമ നടപടിയുമായി മന്ത്രി പോയി. മന്ത്രി ഇന്നും അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ സമരത്തിനിറങ്ങുമ്പോൾ നിങ്ങളോടൊക്കെ മറ്റ് സംഘടനകളുമായി, ഈ രംഗത്ത് തന്നെയുള്ള മറ്റ് സംഘടനകളുമായി ഇവർ ആലോചന നടത്തിയിരുന്നോ? അപ്പോൾ ഈ വസ്തുതകൾ, ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ഈ വസ്തുതകൾ അവരോട് പറഞ്ഞോ? യോജിച്ച സമരം അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണല്ലോ നടത്തേണ്ടത്. രാജ്യത്താകെ 10 ലക്ഷത്തോളം ആശാ വർക്കർമാർ വളരെ തുച്ഛമായ, അതിൽ തന്നെയും ഏറ്റവും മികവോടെ ഓണറേറിയം കിട്ടുന്നത് കേരളത്തിലാണ്. പക്ഷേ ഒരു പൊതുസമരം, അത് കേന്ദ്രത്തിൻ്റെ നിലപാട് തിരുത്തിക്കാൻ കേരളത്തിനകം അടക്കം 100 കോടി കേരളത്തിന് തരാനുമുണ്ട്. അപ്പോൾ അങ്ങനൊരു സമരത്തിൻ്റെ, ഒരു യോജിച്ച സമരത്തിൻ്റെ സാധ്യത എന്തുകൊണ്ട് നിങ്ങൾ തേടിയില്ല? അതിനൊരു സാധ്യതയുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കേരളത്തിൽ 26,125 ആശമാരുള്ളതിൽ 20,150 പേർ CI2-ലാണുള്ളത്. ഇന്ന് പത്തനംതിട്ട, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും വമ്പിച്ച സമരം കേന്ദ്ര ഓഫീസിന് മുന്നിലേക്ക് നടന്നിട്ടുണ്ട്. ആ സമരം കണ്ടാലറിയാം ഏതാണ് അനുയോജ്യമായ സമരം, ആരാണ് ആശമാരെ നിലനിർത്തേണ്ടത്, ആരാണ് ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് എന്നുള്ളത് ആ ജില്ലകളിലൊക്കെ തന്നെ നടന്ന സമരം കൊണ്ട് നമുക്ക് വ്യക്തമാകും. ഈ പങ്കെടുത്തവരെല്ലാവരും തന്നെ ആശമാരാണ്. അതിനകത്ത് പുറത്തുനിന്ന് ഒരാളെ പോലും നമ്മൾ പങ്കെടുപ്പിക്കില്ല. കാരണം പ്രവർത്തകരായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം, സംയുക്തമായി നമുക്ക് ഈ സമരം എന്താ നടത്താഞ്ഞത് ആലോചിച്ചിരുന്നു? അങ്ങനെ ഒരു സമരം നമ്മൾ സംയുക്തമായി ആലോചിച്ചില്ല. കാരണം CI2 നേതൃത്വത്തിൽ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ സമരത്തിലാണ്. ആ സമര മേഖലയിലൊന്നും തന്നെ ഇത്തരം സംഘടനകളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ചർച്ചയിലേക്ക് നമ്മൾ ഗവൺമെൻറ് ആവശ്യപ്പെടുമ്പോൾ
അത് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങളെയും കൂടി വിളിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സാധാരണ വരാറുണ്ട്. പക്ഷേ ഒരു സംയുക്ത പ്രക്ഷോഭത്തിന് ഇതുവരെ ഒരു സാധ്യത നമുക്കുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം.